എത്രമേൽ സ്നേഹിച്ചതെന്തിനെ, എത്രമേൽ സ്നേഹിച്ചതെന്തിനെ, ഞാനൊരു കാട്ടുപൂവല്ലേ, ഘനശ്യാമകാനനം കണിവച്ച പൂവല്ലേ, ചിത്രശലഭമേ. ഓക്കെ, all right, സന്തോഷായില്ലേ? സന്തോഷായി. ബിഫോർ ദ 7th ക്വസ്റ്റ്യൻ പ്രേക്ഷകർക്കായി വീണ്ടും നിങ്ങളെ ആൻസർ ഓപ്ഷൻസ് ഇപ്രാവശ്യം ചോദ്യം ഉണ്ട് കേട്ടോ. ആൻസർ ഓപ്ഷൻസ് ഇതാണ്: ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട് ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ചോദ്യം ഇതാണ്: തേക്കടിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഇതാണ്: ഓപ്ഷൻ എ കർണാടകം, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട് ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. SMS അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ്: AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ ഇതാണ് 58585. നാളെ ഉച്ചക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. ആൻഡ് വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഇതാണ്: www.sunnetwork.in/1crore. കയ്യിലൊരു കോടിയിൽ ഇവിടെ വന്ന് എൻ്റെ കൂടെ നിങ്ങൾക്കും മത്സരിക്കാം. ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പതിവായി കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മാത്രം നൽകുക. ഇതേ ഉള്ളൂ ഒറ്റ വഴി. എന്തായാലും നമ്മുടെ എപ്പിസോഡ്സ് കാണണം, SMS അയക്കണം. ആൻഡ് കയ്യിലൊരു കോടിയിൽ ഒരു പക്ഷേ നാളെ ഇവിടെ വന്ന് 1 കോടി രൂപ നേടുന്ന മത്സരാർത്ഥി നിങ്ങളാകാം. 7ാമത്തെ ചോദ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് 4 ലക്ഷവുമായി. ഗെയിം പൊസിഷൻ നോക്കാം. 6 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 7ാമത്തെ അവസാനത്തെ ചോദ്യമാണ്. 4 ലക്ഷം കയ്യിലുണ്ട്. 7th ക്വസ്റ്റ്യനിലേക്കുള്ള കാറ്റഗറീസ് നോക്കുന്നതിന് മുൻപ് ഒരു സ്മോൾ ചേഞ്ച്. ഒരെണ്ണം ആ സൈഡിൽ നിന്നല്ല, ഞാൻ ഒരെണ്ണം ഈ സൈഡിൽ നിന്ന് വെട്ടാൻ പോവാ. 2 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കയ്യിൽ 4 ലക്ഷമാണുള്ളത്. ഒരു ആൻസർ ഓപ്ഷൻ പതിവ് പോലെ ഒഴിവാക്കി ഇടണം. അപ്പോൾ ഈ 4 ലക്ഷം ഒരു ആൻസർ ഓപ്ഷൻ്റെ മുകളിലേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കെയർഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്യുക, എന്നാൽ ഈ 4 ലക്ഷം നിങ്ങളുടേതായിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്. കാറ്റഗറീസ് ഫോർ ദ 7th ക്വസ്റ്റ്യൻ. വള്ളം കളി, ഹരിത വിപ്ലവം. നീ പറ, സെലക്ട് ചെയ്യാ. ഇല്ല, നീ പറ. വള്ളംകളി എടുക്കണോ ഹരിത വിപ്ലവം എടുക്കണോ? വള്ളംകളിയാ മതിയോ? എനിക്ക് നീ വള്ളംകളി വള്ളംകളി എടുക്കാം. കാണാൻ പോറുണ്ടോ വള്ളം കളി? കാണാൻ പോറില്ല? ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ നാട്ടുകാരായ നിങ്ങളെക്കാളും ഭേദം ഞാൻ തന്നെയാ. പുറത്തു വന്ന് ഞാൻ വള്ളം കളിയൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, വള്ളം കളി സെലക്ടഡ് കാറ്റഗറി. അവസാനത്തെ ചോദ്യമാണ്, അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. ആൻസർ ഓപ്ഷൻസ് ആ വിഷു, ഓണം. ചോദ്യം: ഏത് ആഘോഷത്തിന്റെ ഭാഗമായാണ് ആറന്മുള വള്ളം കളി നടത്തുന്നത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഇതാണ്: വിഷു ആൻഡ് ഓണം. ആലോചിച്ച് തീരുമാനിക്കുക. 7ാമത്തെ ചോദ്യമാണ്. 4 ലക്ഷം കയ്യിലുണ്ട്. സമയം ആരംഭിച്ചിരിക്കുന്നു. ഷുവറാണോ? ഷുവർ. എന്താ ഫ്രണ്ട്സ് ചേച്ചിക്ക് വേറെ ഒരു അഭിപ്രായം? ഒരു അഭിപ്രായം അത്രയും ഷുവറാണ്. ഈ വള്ളം കളി കാണാൻ പോയിട്ടുണ്ടോ? ടിവിയിൽ കണ്ടിട്ടുണ്ടോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഓർമ്മയിലുള്ളതൊക്കെ ശരിയാണ്. ശരിയാണ്. ഓണം തന്നെയാണ്. അവസാനം ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഷുവറാണ്? പാടാൻ റെഡിയാണ്? പാടാൻ. ഉത്തരം തെറ്റാണെങ്കിൽ കരഞ്ഞോണ്ട് പോവാ. വിഷു എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. ഓണത്തിൽ 4 ലക്ഷം വെച്ചിരിക്കുന്നു. ഷുവർ ആണോ ഓണം ശരിയാണെന്ന്? ഷുവറാണ്. ഇനിയിപ്പോ അഥവാ വിഷു ആണെങ്കിലോ?
ആവില്ല. 1 ലക്ഷം രൂപ തരുമെന്ന 1 ലക്ഷം രൂപ. Give me the 1 lakh. Thank you. If Vishu by any chance is the right answer, ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്കായി ഞാൻ ഈ ആൻസർ ഓപ്ഷന് മുകളിൽ വെക്കുന്നു. ഒന്നുകിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ. വിഷു ഏതായാലും കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത വിഷു അല്ലേ, അതുകൊണ്ട് വിഷു കൂടാൻ 1 ലക്ഷം രൂപ. അടുത്ത വിഷു കൂടാൻ, വരുന്ന ഓണം കൂടാൻ 4 ലക്ഷം രൂപ. തന്നെയല്ലേ വേണ്ടത്? പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഏത് ആഘോഷത്തിന്റെ ഭാഗമായാണ് ആറന്മുള വള്ളംകളി നടത്തുന്നത് എന്നാണ് ചോദ്യം. വളരെ ഷുവറാണ് ഓണം എന്നാണെന്നല്ലേ? പാടാൻ റെഡിയാണ്. 4 ലക്ഷം രൂപ ഓണം എന്ന ആൻസർ ഓപ്ഷന്റെ മുകളിലാണുള്ളത്. വിഷു എന്ന ആൻസർ ഓപ്ഷനിൽ നമ്മൾ നിങ്ങൾക്കായി തരുന്ന 1 ലക്ഷം രൂപ. റെഡിയാണോ? റെഡിയാണ്. എന്റെ കൂടെ പറയുമോ? ഡ്രോപ്പ് പറയോ? അവസാനത്തെ ചോദ്യമാണ്. ഓ പറയാം. ഓക്കെ, ഒച്ചത്തിൽ പറയണേ. ടോപ്പ് ഓർ ഡ്രോപ്പ്? കിട്ടി 4 ലക്ഷം രൂപ. ഇന്ന് വന്നപ്പോ പ്രതീക്ഷിച്ചോ? ആഗ്രഹിച്ചു. കിട്ടിയ സന്തോഷമില്ലേ? ഒത്തിരി സന്തോഷം. ഈ 4 ലക്ഷം രൂപ ഇതാ, അവരുടെ പൈസ അവരെന്നെ വെച്ചോട്ടെ അല്ലേ? അവരെന്നെ എടുത്തോട്ടെ. നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. ഇതാ 4 ലക്ഷം രൂപ. ആൻഡ് ഈ പ്രൈസ് മണി ഈസ് സ്പോൺസർഡ് ബൈ, നമ്മുടെ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ധാത്രിയാണ്. 4 ലക്ഷം രൂപ വെച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? ഇപ്പം എന്താ ബാങ്കിലിടാൻ പോകണോ? ഇല്ല. പറയാ പോണം. ഒന്ന് പോണം, ഒന്ന് പ്രാർത്ഥിക്കണം അല്ലേ? ഞാനിപ്പൊ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലൊന്ന് പോയി വന്നതേ ഉള്ളൂ ഈയിടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അടുത്ത വരുന്ന ഇമ്മീഡിയറ്റ് വരുന്ന കണ്ടസ്റ്റൻസ് എന്തായാലും ഒന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തീർച്ചയായും. ഓക്കെ, യു ആർ സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി ഫോർ യു. വിവൽയുടെ വക പ്രൈസ് ഉണ്ട്, ഗിഫ്റ്റ് ഹാമ്പർ, കൈ നിറയെ സമ്മാനങ്ങളുണ്ട് ചേച്ചിക്കും അനുശേഷി ചേച്ചിക്കും. അത് മാത്രമല്ല ജോസ്കോ ജ്വല്ലേഴ്സ് തരുന്ന 10,000 രൂപയുടെ ഗോൾഡ് വൗച്ചർ ഉണ്ട്. ആൻഡ് ഫ്രാൻസിസ് ആലൂക്കാസ് നൽകുന്ന ഡയമണ്ട് വൗച്ചർ, ഇതും 10,000 രൂപയുടെയാണ്. ഓക്കെ, ഇങ്ങനെയാക്കി വേഗം പോണം എന്നായിരിക്കും അല്ലേ? എന്താ പറയാനുള്ളത്? അവസാനം എന്താ പറയാനുള്ളത് എല്ലാവരുടെ? കാരണം എത്രയോ പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? എല്ലാവരുടെ അടുത്തും ഒത്തിരി, സൂര്യ ടിവിക്ക് ഒത്തിരി നന്ദി. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയതിന് ഒത്തിരി സന്തോഷിക്കുന്നു. ഇനി വരുന്ന കണ്ടസ്റ്റൻസ് നല്ല വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. യു ബീൻ വെരി നൈസ് കണ്ടസ്റ്റൻസ്. വളരെ അപൂർവമായ 2 സിസ്റ്റേഴ്സിന് അപൂർവമായ പേരോടെ വന്നു. വളരെ അപൂർവ രീതിയിൽ ഓരോ ബണ്ടില് കയ്യിലും ഉണ്ട് അല്ലേ? നമ്മുടെ ഈ 2 ചേച്ചിമാരെ പോലെ തന്നെ നിങ്ങൾക്കും കൈ നിറയെ സമ്മാനമായി ഇവിടുന്ന് പോകാം. അടുത്ത മത്സരാർത്ഥികളെ വെൽക്കം ചെയ്യുന്നതിന് മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ. കയ്യിൽ 1 കോടി. ആർ യു റെഡി? Welcome back to Vivel Kail 1 കോടി. Are you ready? Powered by Josco Jewellers. ബ്രേക്കിന് മുമ്പേ 2 സിസ്റ്റേഴ്സ് അനുഷേതിയും ഫ്രൻസിയും 4 ലക്ഷവുമായി അവരുടെ നാടായ ഇടുക്കിയിലേക്ക് മടങ്ങിപ്പോയി. വീണ്ടും ഇതാ എന്റെ മുൻപിൽ
1 കോടി രൂപ. ഈ ടേബിൾ നിറഞ്ഞിരിക്കുകയാണ്. 1 കോടി രൂപ എൻ്റെ മുമ്പിലിരിക്കുന്നു. അടുത്ത മത്സരാർത്ഥികൾ 2 ഫ്രണ്ട്സ് ആണ്, 2 ടീച്ചേഴ്സ് ആണ്. എറണാകുളത്തിൽ ടോക്ക് എച്ച് എന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന 2 ടീച്ചേഴ്സ് ആണ്. അവർ തമ്മിൽ 6 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. ഈ 6 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അവരെ ഈ 1 കോടി നേടാൻ ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ നമുക്ക് നോക്കാം. ലെറ്റ് us welcome our next contestant Sandhya from Erumallur and Anupama from Palarivattam. Let's welcome. Hi. Hi Anupama. എന്താ കൊതുവിനെ കൊന്നുകൊണ്ടാണോ? ആ കൈയടി കൊച്ചി ഫുൾ കൊതുകാണല്ലേ? നിങ്ങൾ രണ്ടുപേരും ടോക്ക് എച്ചിലെ ടീച്ചേഴ്സ് അല്ലേ? എന്താണ് ടോക്ക് എച്ചിനെ പറ്റി പറയാനുള്ളത്? ഫസ്റ്റ് വേൾഡ് വാറില് ബെൽജിയത്തിലുണ്ടായ ബെൽജിയം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ്. ആ ഒരു പേരാണ്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറെ വർഷങ്ങളായിട്ടുള്ള സ്കൂളല്ലേ? അപ്പൊ അതിന്റെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സ്കൂളാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സ്കൂളാ. അപ്പൊ നിങ്ങൾ ആ ഇൻഫർമേഷൻ ഇനിയിപ്പോ ഞാൻ അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചാലോ? വേണ്ട അല്ലേ? പ്ലീസ് ചോദിക്കല്ലേ. നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളല്ലേ? 1 മുതൽ 12 വരെയുണ്ട്. ഓക്കെ. കുറെ വർഷങ്ങളായോ അവിടെ പഠിപ്പിക്കുന്നു? ഞാൻ 4 വർഷം. 4 വർഷം. ഞാൻ 6 വർഷം. 6 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. ഏത് സബ്ജക്ട്സാ? മലയാളം. 2 പേരും മലയാളം. ഹസ്ബൻഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ചെന്നൈ തന്നെ വർക്ക് ചെയ്യുന്നു. ചേച്ചിയുടെ? എന്റെ FSCറ്റിലാണ് ഹസ്ബൻഡ്, ഹരികുമാർ. ഓക്കെ. പേര് പറഞ്ഞില്ല. പേരുകൾ പറഞ്ഞോളൂ. ഇനിയിപ്പം അവരടുത്ത് പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ്. ഒരു മകൻ ഗൗതം ചന്ദ്. ഗൗതം ചന്ദ്. മക്കള്? എന്റെ മോന് ആദിത്യ. രണ്ടാമത്തെ ആള് അദ്രി ഗോപാൽ. അദ്രി ഗോപാൽ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് 1 കോടി രൂപയാണ്. എന്താണ് 1 കോടി രൂപ വെച്ചിട്ടുള്ള ഒരു സ്വപ്നം? ഒരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്. എന്താണ്? ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് വായിക്കാനായിട്ടൊരു ലൈബ്രറി. ഞങ്ങൾ ഒരുമിച്ച് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ആകർഷിക്കുക, അവർക്ക് വെറൈറ്റി ആയിട്ട് വായനയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ, പൊതുവെ വായനശാലകൾ ഇവിടെ കുറവാണ്. എല്ലാവരും കമ്പ്യൂട്ടറിന്റെ മുമ്പിലും നെറ്റിന്റെ മുമ്പിലും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആൻഡ് ആവശ്യമുള്ള എനിക്ക് തോന്നുന്നു നല്ല ഇൻഫർമേഷൻ ഒന്നും അവർ വായിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിയില്ല. അതെ, എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അത് കൂടുതൽ സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കൂടുതൽ മിസ്യൂസ് ചെയ്യാണ് അല്ലേ? ലേസി ആവാണ്. സന്ധ്യ ചേച്ചി എരുമല്ലൂരും നിങ്ങൾ പാലറിവട്ടത്തല്ലേ? അപ്പൊ എവിടെ ആണ് ഈ വായനശാല? എരുമല്ലൂർ കുത്തിയത്തോടാണ്. കുത്തിയത്തോട്. ഓക്കെ. അപ്പൊ എവിടെയാണ് ഈ സ്ഥിതി ചെയ്യാൻ പോകുന്നത് ഈ ഒരു വായനശാല? അപ്പൊ ഫ്രീ ആയിട്ട് എല്ലാവർക്കും? ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ നല്ല ബുക്കൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ആരടുത്ത് ചോദിക്കാതെ ബാഗിൽ വെച്ചിട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. നിങ്ങളും കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ? കള്ളികളല്ലേ നമ്മള്? വായന ഒരു വീക്ക്നെസ് ആണ്. ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് തോന്നി ഈ ഗെയിം ഷോയിലും വരുന്ന എല്ലാ ആൾക്കാരടുത്തും ഞാൻ ഇത് തന്നെയാണ് സ്ട്രെസ് ചെയ്യുന്നത്. പ്ലീസ് റീഡ് യുവർ ന്യൂസ് പേപ്പർ. ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചാൽ തന്നെ ഇവിടെ വരുന്ന റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാറ്റഗറീസ് അതെ. മലയാളം, കേരളം, ജില്ലകൾ, ഇതൊക്കെ ശരിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ശരിയല്ലേ? അപ്പം നിങ്ങളുടെ വായനശാലയൊക്കെ സ്ഥാപിതമാവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരുവാണ്. ഈ 1 കോടി രൂപ ഇപ്പൊ നിങ്ങളുടേതാ. ഓഫ് കോഴ്സ്. വേഗം വരൂ തൊടൂ. ഈ നിമിഷം ഞങ്ങളുടെ. അതോടൊപ്പം ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും അവരുടെ സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. എന്റെ സ്നേഹവും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹം തരാം. ആവശ്യത്തിന് കൂടുതൽ സ്നേഹം തരാം. അത് അവിടെ പോയിട്ട് വിതരണം ചെയ്താൽ മതി. ഓക്കെ. 1 കോടി രൂപ വിതരണം ചെയ്യരുത്. Our prize money is sponsored by Dhatri. 1 കോടി രൂപയുണ്ട്. 7 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെഡിയാണോ? Shall we play? Yeah. Yes. Okay, let's play. We will Kyle 1 കോടി. Are you ready? Categories for question number 1 are മത്സ്യം, കായിക താരം. മത്സ്യം.
ടീച്ചേഴ്സിന് കുക്ക് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. മത്സ്യം ഒക്കെ ഉണ്ടാക്കാൻ. ഓക്കെ, മത്സ്യം ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആ 2009, 2011, 2010 ആൻഡ് 2012. ചോദ്യം എന്താ നോക്കാം. ഏത് വർഷമാണ് കരിമീനിനെ സംസ്ഥാന ഔദ്യോഗിക മത്സ്യമായി കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും 2009, 2011, 2010 ആൻഡ് 2012. പരസ്പരം ആലോചിച്ച് കെയർഫുള്ളി തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. 11 എൻ്റെ 12. കേക്കാം. 11, 10, 12. കോൺഫിഡന്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാം. കാശ് വെക്കാനും സമയമെടുക്കും, അതുകൊണ്ട് വേഗം വെച്ച് തുടങ്ങിക്കോളും. വെക്കാത്ത അമൗണ്ട് നഷ്ടപ്പെടും. കൂടെ കുറച്ച് വെക്കാം അല്ലേ? 12 വെക്കണ്ട. 12 വെക്കണ്ട. 12 വെക്കണ്ട. 30 സെക്കൻഡ്സ് കൂടി 12 വെക്കണ്ട കേട്ടോ. 12 ഈ ഇരിക്കട്ടെ. വർഷം പറഞ്ഞിട്ടില്ലല്ലോ. ഈ വർഷം കരിമീനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12, 11. 20 സെക്കൻഡ് കൂടിയല്ലോ. പൈസ ബാക്കി വന്നാൽ സമ്മതിക്കില്ല. 9, 1. Time is up. 2009-ൽ ഒന്നുമില്ല. 2011-ൽ 50 ലക്ഷം, 2010-ൽ 26 ലക്ഷം, 2012-ൽ 24 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട. വേണ്ടല്ലോ. വേണ്ട. വേണ്ട. ഓക്കെ. 2011 കറക്റ്റ് ആൻസറായി തോന്നിയത് കൊണ്ട് തന്നെയാണോ ഇതിന്റെ അകത്ത് 50 ലാക്സ് വെച്ചത്? അതോ ഈ എടുത്ത് വെക്കുന്ന സമയത്ത് കൗണ്ട് ഈ ചെയ്യുന്നില്ല? സമയത്ത് കേട്ടിട്ടുണ്ട് കരിമീനിനെ ഇതാക്കിയത് 11 ആണോ 12 ആണോ എന്നൊരു കൺഫ്യൂഷൻ. ക്ലിയർ ഇല്ല. ക്ലിയർ അല്ല. വായിച്ച പോലെ തോന്നി. പോലെ തോന്നി. അല്ല വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. കറക്റ്റ് വർഷം പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. കരിമീൻ കറി കരിമീൻ കറി ഇഷ്ടമാണ്. ഇഷ്ടമാണോ? എല്ലാവർക്കല്ലോ അല്ലേ? ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? മതിയല്ലോ പിന്നെ. ഓ, അത് മതിയല്ലേ. കരിമീൻ പൊള്ളിച്ചത് അല്ലേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാ മെനുവിലും കാണുന്ന സാധനം. ഏറ്റവും എക്സ്പെൻസീവ് നമ്മുടെ മെനുവില് അല്ലേ? അതെ. സംസ്ഥാന മത്സ്യം നിങ്ങളെ രക്ഷിക്കുമോ? അറിയില്ല. എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. നോക്കാം. വരൂ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. 2009-ൽ ഒന്നുമില്ല. 2011-ൽ 50 ലക്ഷം രൂപ, 2010-ൽ 26 ലക്ഷം, 2012-ൽ 24 ലക്ഷം. ആദ്യത്തെ ചോദ്യമാണിത്. ഏറ്റവും വലിയ തുകയായിട്ട് തന്നെ മുന്നോട്ട് പോകണം ആണ് ആഗ്രഹം. അതാണ് ആഗ്രഹം. നോക്കാം. ടോപ്പ് ഓർ ഡ്രോ?